പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തി. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും ആനയിച്ചാണ് രാഹുലിനെ പാലക്കാടുകാർ വരവേറ്റത്. നെഞ്ചി വിരിച്ച് കട്ടയ്ക്ക് പലരും പറയുന്നു ഒരു കൂസലില്ല, നാണമില്ല എന്നൊക്കെ. അയാൾ ഇപ്പോഴും പറയുന്നു നിയമം പറയുന്നതിനെതിരായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ധാർമ്മികതയൊക്കെ ഉയർത്തുന്ന മാധ്യമ പ്രവർത്തകൻ ആദ്യം സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. ഭാര്യയുമായി പിണക്കത്തിലാണെന്ന് പറഞ്ഞിട്ട് ഡെസ്കിലെ എത്ര പേർക്ക് അയച്ച മെസ്സേജുകൾ മൊബൈലൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ അറിയാൻ കഴിയും. അതായത് എന്നെ പറയണമെങ്കിൽ വണ്ടി ചോറിന് കള്ളന്മാർക്കെതിരെ പറയാൻ എന്താണ് അവകാശം? ആരോപണം ഉന്നയിക്കാൻ പോലും അവകാശമില്ല. കാരണം വണ്ടി ചോറ് ഒരു കള്ളനാണ്. വണ്ടിച്ചോറിന് കള്ളന്മാർക്കെതിരെ കള്ളന്മാർക്കെതിരെ അങ്ങനെ പല സ്ത്രീകൾ കള്ളന്മാർക്ക് വണ്ടിച്ചോറിനെതിരെ അങ്ങനെയല്ലേ കണ്ണിലെ കമ്പെടുത്തിട്ട് ഒരു വിരലില്ലാത്തവൻ ഒരു കൈയില്ലാത്തവനെ ഒരു കൈയില്ലാത്തവൻ ഒരു വിരലില്ലാത്തവനെ ആക്ഷേപിക്കുന്നത് പോലെയല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തിരുട്ടു ഗ്രാമത്തിലെ കള്ളന്മാർക്ക് അട്ടപ്പാടിയിലെ മധുവിനെ കുറിച്ച് പറയാൻ ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ രാഹുൽ ചോദിക്കുന്നത് ഈ പറയുന്നവർക്കൊക്കെ ഇവരൊക്കെ സ്വയം ഇവരുടെ മൊബൈലൊക്കെ ഒന്ന് പരിശോധിക്കണം, എന്നിട്ട് വേണം ഈ ധാർമ്മികത ഉയർത്താൻ. ഡോക്ടർ അരുൺകുമാറിനായിരുന്നു ധാർമ്മികത ഉയർത്താനും, അരുൺകുമാറിനായിരുന്നു രാഹുലിനെ തേജോവധം ചെയ്യാനും മറ്റു മാധ്യമ പ്രവർത്തകരെക്കാൾ ഏറ്റവും കൂടുതൽ നിന്നത് അരുൺകുമാറാണ്. മാത്രമല്ല ഇതിൽ മറ്റൊരാളൂടെ കളിച്ചിട്ടുണ്ടെന്ന് പല ആരോപണങ്ങൾ വരുന്നുണ്ട്. VD സതീശൻ, റിനിയാൻ ജോർജ് ആദ്യമായി രംഗത്തെത്തിയത് എന്റെ പിതൃതുല്യനാണ് സതീശൻ, ഞാൻ പിതൃതുല്യനായി കാണുന്ന ഒരാളാണ് VD സതീശൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് റിനിയാണ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്നത്. അപ്പോ പാർട്ടിക്കകത്ത് തന്നെ ഈ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഈ യുവ നേതാവിനെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് നമ്മൾ കണ്ടത്. പക്ഷെ തളർന്നില്ല. അയാൾ ഇന്നലെ ചങ്കുറപ്പോടെ നെഞ്ചു വിരിച്ചുകൊണ്ട് പാലക്കാട് മണ്ണിൽ എത്തി. ഇന്നതാ മാധ്യമങ്ങളെ കണ്ട് അയാൾക്ക് പറയാനുള്ളത് കൃത്യമായി ഒരു ഇടർച്ചയോ ഒരു ശബ്ദത്തിൽ ബബ്ബയോ ഒന്നുമില്ലാതെ അയാൾ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഞാനപ്പോൾ ഈ രാവിലെ ആയതുകൊണ്ട് നമ്മൾ ലഘുവായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടക്കം കുറിക്കാം. ഈ പറഞ്ഞ ആൾ ഞാൻ ഉദ്ദേശിച്ച ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ വിഭാര്യനായി കഴിഞ്ഞപ്പോൾ, വിഭാര്യൻ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് സഹിക്കാൻ വയ്യാതെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് വ്യംഗ്യം. ആ കല്യാണത്തിന് ഞാൻ പോയിട്ടുള്ളതാണ്. കാരണം ഇപ്പൊ അന്ന് അദ്ദേഹം ആരും അറിയപ്പെടാത്ത ഒരാളായിരുന്നു. അന്ന് കല്യാണത്തിന് വിളിച്ച് ഞാൻ പോയി. കിഴക്കേക്കോട്ടയിലെ ഒരു മണ്ഡപത്തിൽ, തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഒരു മണ്ഡപത്തിലായിരുന്നു കല്യാണം. അതിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാനാണ് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അവതരണ രംഗത്തേക്ക് സംവാദം എന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ സംവാദത്തിൻ്റെ അവതാരകനായിട്ട് കൊണ്ടുവന്ന് അരങ്ങേറ്റം നടത്തിയത് ഞാനാണ്. അദ്ദേഹം ഇപ്പോഴും വിളിക്കുമ്പോഴൊക്കെ സാർ എന്നും പറഞ്ഞൊക്കെ വിളിക്കാറൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം വളരെ വളരെ തിരക്കേറിയ ഒരു മാന്ത്രിക ലോകത്തിലാണ് ഇന്ന് നിൽക്കുന്നത്, നായകനാണ്. അന്ന് ഈ വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനുശേഷം ആണ് ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി എന്ന് പറഞ്ഞിട്ട് രാത്രി തോറും മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹം വലിയ തിരക്കായതുകൊണ്ടായിരിക്കും രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഒക്കെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കലിപ്പാവാനും ഇടയുണ്ട്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാമറും ഒക്കെ ഇങ്ങനെ വർദ്ധിച്ചു കൂടി ആരാധകരുടെ എണ്ണവും കൂടി കഴിയുമ്പോൾ പലർക്കും ഇങ്ങനൊരു നരമ്പ് രോഗം പ്രായഭേദമന്യേ വരാറുണ്ടെന്നാണ്. അത് ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. നല്ല സ്വഭാവശുദ്ധിയോടെ ഇരുന്ന ആൾക്കാർ അല്പം പദവിയും കുറച്ച് ഗ്ലാമറും പിന്നെ കുറച്ച് പ്രായവുമായി കഴിയുമ്പോൾ ഇതുപോലെ തൻ്റെ കൊച്ചുമക്കളാവാൻ പ്രായമുള്ള ആൾക്കാർക്ക് മെസ്സേജ് ഇട്ട് കഴിയുക രാത്രിയാവുമ്പോൾ. ഞാൻ അതുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. നമ്മൾ ഈ അബദ്ധത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറയുന്നുള്ളൂ. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്കും തെറ്റിദ്ധരിക്കാനുള്ള മകൾക്ക് ഞാൻ ഇടാറുണ്ട്. കൊച്ചുമകനാണ്, അവന് ഇടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത പെൺകുട്ടികൾക്കൊന്നും ഈ മെസ്സേജ് ഇടുന്നില്ല എന്നൊരു തീരുമാനത്തിൽ അങ്ങ് എത്തിക്കാൻ ഞാൻ സ്വയം എടുത്ത തീരുമാനം. എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി ആരെങ്കിലും ഞാൻ കേൾക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം ഇൻഡയറക്റ്റായിട്ടോ ഉന്നയിച്ചത് കൊണ്ടല്ല, അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ പ്രായമൊക്കെ നമ്മുടെ അത് കഴിഞ്ഞു പോയി എന്നുള്ളൊരു തീരുമാനം ഞാൻ അങ്ങ് എടുക്കുകയാണ് ചെയ്തത്. സ്വയം എടുത്ത തീരുമാനം, ആരും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടോ എടുത്തിട്ടുള്ള തീരുമാനമല്ല. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നത് കൊണ്ട് തൻ്റെ ഇടത്തോടു കൂടെ ക്യാമറകൾക്ക് മുമ്പിലിരുന്നുകൊണ്ട് ആർക്കെങ്കിലും ചുണയുണ്ടോ എന്നെപ്പറ്റി ധൈര്യമായിട്ടൊരു പരാതി ഉന്നയിക്കാൻ?
ഇപ്പം ചോദിക്കുകയാണ്, രാവിലെ എണീറ്റ് ചോദിക്കുകയാണ്, ചൂണയുണ്ടെങ്കിൽ വരൂ. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി പറയാൻ കൈ ഉയരുമെങ്കിൽ ധൈര്യം കാണിക്കൂ. ഞാനിത് മറുപടി പറഞ്ഞോളാം. ജയിലിൽ പോയി രാഹുൽ ഈശ്വറിൻ്റെ പോലെ കിടക്കണമെങ്കിൽ കിടക്കുകയും ചെയ്തോളൂ. ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ആ ധൈര്യത്തോടു കൂടിയാണ്. അതൊരു പ്രശ്നമേ അല്ല എനിക്ക്. കാരണം നമ്മൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സദാചാരം ഞാൻ ആരോടും സദാചാരം പറയാൻ പോയിട്ടില്ല. ഈ ചാനലിൽ നിന്ന് നിരങ്ങുന്ന അന്തിച്ചർച്ച നടത്തുന്ന ഒരൊറ്റയാളെ പോലെയും ഞാൻ സദാചാരം പറയാൻ പോയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതം ശുദ്ധമാണ്, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. ഞാൻ സദാചാരമാണെന്ന് ആരോടും പറയുന്നില്ല. പക്ഷേ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് കഴിയുമോ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയാൻ? വീണ്ടും അത് ആവർത്തിക്കുകയാണ്, ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക്. ഇതിപ്പോൾ കണ്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വളരെ കുറവായിരിക്കാം നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ. പക്ഷേ അവരോട് ഞാൻ ചോദിക്കുന്നു, ആരൊക്കെങ്കിലും എന്നെക്കുറിച്ച് പറ്റി ഒരു പരാതി ഫ്രെയിം ചെയ്യാൻ. കാരണം അത്ര മാന്യവും സംശുദ്ധവുമായിട്ടുള്ള ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ധാർമ്മിക ധൈര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ ധൈര്യം, ചങ്കൂറ്റം എന്ന് പറയുന്നത്. ഒരു സംശയമില്ല. അത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചർച്ചയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് മുൻവിധികളൊന്നുമില്ലാതെ തന്നെയാണ് പോകുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നത് ധന്യേ, ഞാൻ വ്യക്തമായി സംശയിക്കുന്നു, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കിയിടാനും അദ്ദേഹത്തിനെതിരെ ദുരാരോപണം ഉന്നയിച്ച് കൊണ്ട് അദ്ദേഹത്തെ കുടുക്കിയിടാനും കോൺഗ്രസിനകത്തു തന്നെ വമ്പിച്ച ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് എനിക്ക് വിശ്വസിക്കുന്നു. കോടതി കാണാത്തത് എങ്ങനെ കോൺഗ്രസ് കാണുന്നു? രണ്ട് ചോദ്യം, ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഏതാനും മിതമായ വാക്കുകൾ. കോടതി കാണാത്തത് എങ്ങനെ കോൺഗ്രസ് കണ്ടു? കോടതി കാണാത്തത് എങ്ങനെ കോൺഗ്രസ് കണ്ടു? 5 വാക്കുകൾ, നമ്മുടെ ഒരു കയ്യിലെ വിരലുകളുടെ എണ്ണമുള്ള. കോൺഗ്രസ്സുകാർ മാത്രമല്ല, ചില മാധ്യമ പ്രവർത്തകരും പ്രവർത്തകരും കൂടി ആസൂത്രണം ചെയ്ത മാധ്യമ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുമല്ലോ, ആസൂത്രണം ചെയ്ത് ഇയാളെ പുകച്ച് പുറത്തു ചാടിക്കാൻ വേണ്ടി നടന്ന ഒരു ഗൂഢാസൂത്രണമാണ് ഇവിടെ. ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ സംശയിക്കുന്നു, ദിലീപിനെ മലയാള സിനിമയുടെ നഭോമണ്ഡലത്തിൽ നിന്നും പുകച്ചു കളയാൻ മറ്റൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അതും സിനിമയിലെ ആൾക്കാരാണ്. ഇവിടെ ഇദ്ദേഹത്തെ പുകച്ച് പാർട്ടിക്കകത്ത് തന്നെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ ഒരു ഗൂഢാലോചന നടന്നു. അതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ജയിക്കില്ലേ സർ പാലക്കാട്? അവർ പാർട്ടിയുടെ പിൻബലമില്ലാതെ സ്വതന്ത്ര. എനിക്കറിയില്ല, അറിയാൻ മേത്ത കാര്യം ഞാൻ പറയുന്നത് എനിക്കറിയില്ല. ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ ബലം കൊണ്ടോ എന്തും ആയിക്കോട്ടെ, എന്തും നമ്മുടെ വിഷയം അതല്ല. ഞാൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിഷ്കരുണം ഒരു കോടതിയുടെ മധ്യമവിധി, അവസാനവിധി വരണ്ട, അവസാനവിധി വരെ മധ്യമവിധിയെങ്കിലും വരെ കാത്തിരിക്കാതെ ഇദ്ദേഹത്തെ അധിക ധാർഷ്ട്യത്തോടുകൂടി ബോധ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കി. എന്തിനാണിത് കാണിച്ചത്? CPM അങ്ങനെ വല്ലതും കാണിക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് സ്റ്റാറ്റസ് ലൈനിൽ ഇൻ റിലേഷനോ മറ്റോ ലിവിങ് ടുഗദർന്നോ കാണാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല ഗ്ലാമറും അതുപോലെ തന്നെ നല്ല കരിഷ്മയുമുള്ള ആൾക്കാരെ സ്ത്രീകൾ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളീ പറയുന്ന അവൾ അതിജീവിത, പതിത എന്നൊക്കെ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം കേട്ടോ. സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. സമൂഹത്തിൽ എന്താണെന്നതിൻ്റെ ഒരു നേർക്കാഴ്ച നിങ്ങൾ ഉണ്ടാക്കണം. അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളി നേരത്തെ നടത്തിയത്. പുരുഷന്മാരെ വശത്താക്കിക്കൊണ്ടും വശീകരിച്ചുകൊണ്ടും അവരെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ത്രട്ടൺ ചെയ്യാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ഇവരാരും പതിതകളല്ല, പാവപ്പെട്ട വീടുകളിലെ ശബ്ദമില്ലാത്ത കരച്ചിലുകൾ, രാത്രിയുടെ ഏകാന്തതകളിൽ അടുക്കളയുടെ ഇരുട്ടിലിരുന്നു കൊണ്ട് കരയുന്ന പതിതമാരല്ല. ഗ്ലാമർ വേൾഡിലെ, ടിൻസൽ വേൾഡിലെ താരങ്ങളാണ്. നിയമത്തിൻ്റെ പല്ലുകൾ ആയുധങ്ങളാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന കൗശലക്കാർ ധാരാളമുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ. ധന്യയ്ക്ക് പറയാൻ പറ്റുമോ ഇല്ലെന്ന്? ഞാൻ തെളിവുകൾ ഹാജരാക്കി തരാമെങ്കിൽ. അങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നെപ്പോലെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള ധാർമ്മിക ധൈര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പേ ആർജിക്കേണ്ടതായിരുന്നു. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ആരുടെയും വോട്ട് വേണ്ട, ഒരു ചാനലിലെ അന്തിച്ചർച്ചയ്ക്കുള്ള ക്ഷണവും എനിക്ക് വേണ്ട, ഒരു പത്രത്തിലെയും പബ്ലിസിറ്റിയും വേണ്ട. അതുകൊണ്ടാണ് എനിക്ക് തൻ്റെ ഇടമായിട്ട് പറയാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ഇതിലെല്ലാം പബ്ലിസിറ്റി വേണ്ട ഒരു മനുഷ്യനാകുമ്പോൾ തനിക്കെതിരെ, മേയർ ഓഫ് കാസ്റ്റർ ബ്രിഡ്ജിനെതിരെ
താൻ പണ്ട് ചെയ്ത അഴിമതിയുടെ കുറ്റം വേട്ടയാടിയതുപോലെ വേട്ടയാടി എന്നുള്ള വിചാരം അവരുമൊത്ത് രമിക്കുകയോ സുഖിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേണമായിരുന്നു ഭാവിയിൽ ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം വേണം രാഷ്ട്രീയക്കാരന്. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഉള്ളൊരു ആലോചനയും വേണം. ആലോചനയില്ലാതെ പ്രവർത്തികളിൽ ഏർപ്പെടരുത്. ആലോചനയില്ലാതെ പ്രവർത്തികൾ ഏർപ്പെടുക എന്നുള്ളൊരു ബുദ്ധിശൂന്യത അദ്ദേഹം കാണിച്ചു. രാഷ്ട്രീയക്കാരന് പറ്റിയതല്ലാതെ രാഷ്ട്രീയക്കാരന് പറ്റിയ കാര്യം എന്ന് വിചാരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയെന്നാണ് വിചാരം. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിച്ച് ഒരുപാട് പേരുണ്ട്, ഒരുപാട് സമൂഹത്തിലെ ഉന്നതന്മാരുമുണ്ട്. വേണ്ടത്ര പണം കൊടുത്തുകൊണ്ടും അവർ പറയുന്ന ഭീഷണികൾക്ക് വഴങ്ങിക്കൊണ്ടും ഈ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഞാൻ ഈ പറയുന്ന പോലെ അടുക്കളകളിൽ ഭർത്താവിൻ്റെ പീഡനം സഹിച്ച്, അതുപോലെ തന്നെ പേര് പുറത്തു പറഞ്ഞാൽ തൻ്റെ ജീവിതം അവസാനിക്കുമെന്നുള്ള പേടി കൊണ്ട് കണ്ടില്ലേ DYSP, വടകരയിലെ DYSP, ആ സ്ത്രീ ആരോടെങ്കിലും പറയാൻ ധൈര്യപ്പെട്ടോ? പാവപ്പെട്ട സ്ത്രീ, 2 മക്കളെയും ഒരു അമ്മയെയും പോറ്റേണ്ട സ്ത്രീ ഗതികേടുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുത്തില്ലേ? അതുപോലെ വേദനകൾ, തീരാ വേദനകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവർക്ക് ടിൻസൽ വേൾഡില്ല. അവർ അഭ്രപാളികളുടെ താരങ്ങളല്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളുമല്ല. അടുക്കളയ്ക്കുള്ളിൽ അതിൻ്റെ തമസിലിരുന്നുകൊണ്ട് കരയുന്ന വീട്ടമ്മമാരാണ്. ദണ്ണമുണ്ട്. അങ്ങനെയുള്ള വീട്ടമ്മമാരിലേക്കാണ് ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരുടെ ശ്രദ്ധയും. അവിടെ വെളിച്ചമില്ല, അവർ കാണുന്നുമില്ലത്. അതാണ് അവിടെയാണ് നമ്മുടെ പ്രയോറിറ്റികൾ തെറ്റിപ്പോകുന്നത്. എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന് പുറകെയും ഈ ശബ്ദം ആദിയിൽ വചനമുണ്ടായി എന്ന് പറയുന്ന ശബ്ദങ്ങൾക്ക് പുറകെയും പോവുകയാണ്. എന്താണിത്? താരങ്ങൾക്ക് പുറകെ. അവരെയാണോ ഈ അനുഭവിക്കുന്ന സ്ത്രീകൾ? പുരുഷൻ്റെ പീഡനവും ക്രൂരതയും അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ പാവപ്പെട്ട അടച്ചുറപ്പില്ലാത്ത വീടുകളുടെ അടുക്കളകളിൽ അടുക്കള ഇതുണ്ടല്ലോ, കല്ലുകൾക്ക്, പാചകത്തിന് ഉപയോഗിക്കുന്ന കല്ലുകൾക്ക് മുമ്പിലാണ്. ആ തീയുടെ ചൂടിലാണ്, അതിൻ്റെ പുകയിലാണ്. അവിടേക്കാണ് ഫെമിനിസ്റ്റുകളുടെ ശ്രദ്ധ പോകേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായിട്ടും വോട്ടവകാശം പാഴാക്കാതിരുന്നത്. ഇനിയെങ്കിലും ചതിക്കുഴികളിൽ ചെന്ന് ചാടാതെ താങ്കളെ രക്ഷിക്കാത്ത പാർട്ടിയിൽ തുടരണമെന്ന് ഞാൻ പറയുന്നില്ല. താങ്കളെ സ്വയം രക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ട് ഏതെങ്കിലും പാർട്ടിയിലേക്ക്, ഈ കൃതജ്ഞതയുള്ള ഒരു പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമൊന്നുമില്ല. വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയി താങ്കളുടെ രാഷ്ട്രീയ ഭാവി ഭാസുരമാക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.